السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون. ഏറെ ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്വായിമുകളെ, സ്വായിമാത്തുകളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും കഴിവിനെ പരമാവധി കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി, മുവഹിദുകളായി, മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. സാധാരണഗതിയിൽ പരിശുദ്ധ റമദാനിലെ ക്ലാസുകൾക്കിടയിൽ കേൾക്കാത്ത, പരിചയിക്കാത്ത ഒരു വിഷയമാണ് വിവാഹം ഇസ്ലാമിൽ എന്നത്. തസ്കിയത്തുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വഹാബിമാരുടെയും നബിമാരുടെയും ഒക്കെ ചരിത്രങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ഈ ഒരു വിഷയം ഏറെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിഷയത്തിലുള്ള കാമ്പ് കൃത്യമായി മനസ്സിലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ചുറ്റിനുമുള്ള വ്യത്യസ്തങ്ങളായ ദർശനങ്ങൾ, അവയെല്ലാം വിവാഹത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് പരിചിതമാണ്. നമ്മുടെ ചുറ്റിനുമുള്ള ഹൈന്ദവ സഹോദരങ്ങളാവട്ടെ, ക്രൈസ്തവ സഹോദരങ്ങളാവട്ടെ, അവരെല്ലാവരും വിവാഹം ചെയ്യുന്നുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ അവർക്കുമുണ്ട്. എന്നാൽ വിവാഹത്തിന് അതിനോട് ചേർന്നുകൊണ്ട് പ്രത്യേകമായ ഒരു ഖുതുബയൊക്കെ നിർവഹിക്കുന്ന നമുക്കിടയിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കേവലം ഒരു നിക്കാഹ് ഖുതുബ മാത്രം, അതിനപ്പുറത്തേക്ക് ഓരോരോ കുടുംബവും ഓരോ വിവാഹിതനാകുന്ന വരനും വധുവും ഒക്കെ തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തങ്ങളായ രീതികൾ അവരവരുടെ ഇഷ്ടപ്രകാരം കടന്നു വന്നിട്ടുണ്ട് എന്നതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഹൈന്ദവരാവട്ടെ,
ക്രൈസ്തവരാവട്ടെ, അവരെല്ലാവരും വിവാഹം ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്നാൽ സ്വയം സന്യാസം സ്വീകരിച്ചിട്ടുള്ള, അതുപോലെ തന്നെ കന്യാസ്ത്രീകളാകുവാനും പുരോഹിതരാകുവാനും സ്വയം തീരുമാനിച്ചിട്ടുള്ള ചിലർ അവർ വൈവാഹിക ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദു പുരാണങ്ങളിലും വേദങ്ങളിലും ഒന്നും കാണാത്ത രീതിയിൽ ജാതിയും ഉപജാതിയുമെല്ലാം പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ ചിലരുടെയൊക്കെ വിവാഹങ്ങൾ ഒരല്പം വൈകാറുണ്ട്. ചിലപ്പോൾ ചില ആളുകളുടെ വിവാഹം നടക്കാറുമില്ല. ഓരോരുത്തർക്കും ജാതിയുണ്ട്, ഉപജാതിയുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപജാതികൾ അടക്കമുണ്ട്. ആശാരിയെ കല്യാണം കഴിക്കുള്ളൂ, അതുപോലെ തന്നെ തീയരെ കല്യാണം കഴിക്കുള്ളൂ. ഇന്ന് ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചല്ല വിശദീകരിക്കേണ്ടത്. ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. അതേ രൂപത്തിൽ തന്നെ നമുക്കിടയിലും ചില ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ, സാധാരണ ബാർബർമാരെ കുടുംബം അവരുമായി ബന്ധമായി ഉണ്ടാകാവൂ എന്ന് നമ്മുടെ ഇടയിൽ അലിഖിതമായ നിയമമുണ്ട്. അത് ഇസ്ലാമിലുള്ളതല്ല. ഇങ്ങനെ ഈ രീതിയിലൊക്കെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള നടപ്പ്. അതുകൊണ്ട് എന്തിന് വിവാഹം ചെയ്യണം, ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. ചില ആളുകൾ എന്തിനാണ് വിവാഹം ചെയ്യുന്നത്, വിവാഹം ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളുമായി കടന്നു പോകുന്ന ഒരു കാലഘട്ടം. അത് വല്ലാത്തൊരു ബാധ്യതയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. അതൊരു മെനക്കടം. ഒരുപാട് കെട്ടുകുടുക്കുകളൊക്കെ ഉണ്ടാവും. അത് ഒഴിവായാൽ ഇപ്പം എന്താ, ആ ബാധ്യതയൊക്കെ ഒന്ന് ഒഴിവാക്കി സ്വതന്ത്രമായി ജീവിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ള ചിന്ത മനുഷ്യരുടെ പല പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലിബറൽ ചിന്തകൾ ധാരാളമാകുമ്പോൾ, അതിന് പ്രത്യേകമായ സപ്പോർട്ട് കൂടെ ഉണ്ടാകുമ്പോൾ ഇത്തരം ചിന്തകൾ കൂടുതൽ വളം വെക്കുകയും വളരുകയും ചെയ്യും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. ഇണകളാവുക, ഇണകളെ തിരഞ്ഞെടുക്കുക, ഇണകളായി ജീവിക്കുക എന്നതാണ് മനുഷ്യന്റെ പ്രകൃതിപരമായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഇതിൽ തന്നെ വ്യക്തം. വഖലഖനാകും അസ്വാജ. അതുപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ നിക്കാഹ് ഖുതുബകളിലൊക്കെ കേൾക്കുന്ന ആയത്താണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് വിവാഹം, എന്തിന് വിവാഹം കഴിക്കണം എന്നത് ഇതിലൂടെ വ്യക്തമാക്കി. വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ. ഈ ആയത്തിന് തൊട്ടു മുമ്പ് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനെ തുടർച്ചയെന്നോണം ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അതിനുശേഷം പിന്നീടുള്ള നമ്മുടെ സന്താന പരമ്പരകൾ നിലനിൽക്കുന്നതിന് അതിനു വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, ആയത്തുകളിൽ പെട്ടതാണ്. എന്നിട്ട് പറയാം എന്തിനാണിത്, എന്തിനാണ് വൈവാഹിക ബന്ധം? നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യകുലത്തിന്റെ പരമ്പര നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ ലിതസ്കുനു ഇലൈഹ, നിങ്ങളുടെ ഇണകളിലേക്ക്
ശാന്തത അല്ലെങ്കിൽ സമാധാനം കൈവരിക്കാൻ വേണ്ടിയിട്ട് മാനസികമായി ഒരു ശാന്തത, ഒരു സമാധാനം, അത് ഇണകളിലൂടെ പരസ്പരം ഇണകൾ ആകുന്നതിലൂടെയാണ്, അവരവരുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പരസ്പരം പങ്കുവെക്കുന്നതിലൂടെയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സംവിധാനിച്ചിട്ടുള്ള സംവിധാനമാണ് വജഅല ബൈനകും മവദ്ദ. നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടാകും. പരസ്പരം സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എന്തിനാണ്? ആ സമാധാനവും ശാന്തിയൊക്കെ പരസ്പരം കിട്ടാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല വറഹ്മത്ത്, പരസ്പരം കാരുണ്യവും. ആ സ്നേഹവും ആ പിരിശുവും ഒക്കെ ആ ചെറുപ്രായത്തിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ, പ്രായമായാൽ, കാലിൻ്റെ മുട്ട് മടങ്ങാതിരുന്നാൽ, കാലൊന്നും മര്യാദയ്ക്ക് ഇളകാതിരുന്നാൽ, എഴുന്നേൽക്കാൻ കഴിയാത്ത സമയത്ത് ആ ഇണകൾ പരസ്പരം സഹായിക്കും, അവർ പരസ്പരം കാരുണ്യം കാണിക്കും. അങ്ങനെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം ഇണകളായി വിവാഹം ചെയ്യുവാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാക്കളായ ആളുകളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, യാ മഅശറ ശബാബ് മൻ ഇസ്തതഅ മിൻകും ബാഅത ഫലിയതസവ്വജ്. ഈ യുവാക്കളുടെ സമൂഹമേ, നിങ്ങളിൽ ആർക്കാണ് വിവാഹം ചെയ്യാൻ പ്രാപ്തിയുള്ളത് അവർ വിവാഹം ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറയാം, എന്തിനാണത്? എന്തിനാ വിവാഹം ചെയ്യണത്? ഫഇന്നഹു അഅ്ദു ലിൽ ബസർ. അവരുടെ കണ്ണുകൾ താഴ്ത്തുവാൻ അത് സഹായിക്കും. സൂറത്ത് നൂറിൽ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പരസ്പരം ദൃഷ്ടികൾ താഴ്ത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് പൂർത്തിയാകണം. കാരണം മനുഷ്യന്റെ കാമം, അവന്റെ വികാരം, ലൈംഗിക ഇഷ്ടം, താല്പര്യം അവരുടെ കാഴ്ചകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ കാഴ്ച പരസ്പരം ഒരുപോലെയാണ് എന്ന് പറയാൻ പറ്റില്ല. ആണിനുണ്ടാകുന്ന ആ ഒരു വികാരമോ കാമമോ ഒരു പെണ്ണിന് ഒരാണിനെ കാണുന്നതിലൂടെ ഉണ്ടാകുന്നില്ല, ഇത് സത്യമാണ്. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണു താഴ്ത്തുവാൻ, കാഴ്ച താഴ്ത്തുവാൻ പറഞ്ഞിട്ടുണ്ട്. ആ ദൃഷ്ടി താഴ്ത്തുവാൻ അത് ഉപകരിക്കും. അതുപോലെ തന്നെ വഹ്സനുലിൽ ഫറജ്, ചാരിത്ര ശുദ്ധി അത് കാത്തു സൂക്ഷിക്കുവാനും ഉപകരിക്കും. ഈ രണ്ടു കാര്യത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് കഴിയാത്ത ആളുകൾ നോമ്പ് നോറ്റോളൂ എന്ന് പറഞ്ഞു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് സമയത്ത് നിശ്ചയിച്ചിട്ടുള്ള ചില പരിധികളുണ്ടല്ലോ, അതിലൂടെ അവൻ സ്വയം നിയന്ത്രിക്കേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിവാഹം എന്നത് നമ്മുടെ ലൈംഗികമായ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ദൃഷ്ടി മറ്റുള്ള ഇടങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ, കണ്ണു താഴ്ത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിവാഹം നിശ്ചയിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കുവാൻ വന്നിട്ടുള്ള 3 ആളുകളുടെ കഥ പലപ്പോഴായി നമ്മൾ കേട്ടതാണ്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിച്ചതിന് ശേഷം തീരുമാനിച്ചത്, തൻ്റെ ജീവിതത്തിൽ രാത്രി നിന്ന് നമസ്കരിക്കാത്ത ഒരു രാത്രിയും കടന്നു പോവില്ല എന്നും, നോമ്പനുഷ്ഠിക്കാത്ത പകലുകളില്ല എന്നും, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വൈവാഹിക ബന്ധമില്ല എന്നും ഒക്കെ തീരുമാനിച്ച് പുറത്തിറങ്ങിയ 3 ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അവർ ദീനിനോടുള്ള താല്പര്യം കൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കുകയും അവരോട് കണ്ണ് ചുവന്നുകൊണ്ട് വളരെ ദേഷ്യത്തിൽ അവരോട് പറയുന്നിട്ടുണ്ട്, വമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എൻ്റെ സുന്നത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കാതെ ലൗകികമായ ജീവിതമൊക്കെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ നല്ലത് അത്
വിവാഹം ഒഴിവാക്കിയിട്ടുള്ള ജീവിതമാണ് എന്ന് തീരുമാനിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ റസൂലിന്റെ സുന്നത്ത് അതനുസരിക്കുക എന്നുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് വിവാഹം വേണ്ടത്? ആണും പെണ്ണും മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അതെന്താ അങ്ങനെ? വിവാഹം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ലേ? എന്താ ഒരു ആണും വിവാഹം ചെയ്താൽ? എന്താ ഒരു പെണ്ണും വിവാഹം ചെയ്താൽ? എന്താ അത് പറ്റാത്തത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് ഒരുപാട് തെളിവുകളൊന്നും തേടിപ്പോണ്ട. നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പെൺകുട്ടികൾ ഒളിച്ചോടി എറണാകുളം ജില്ലയിൽ അഭയം തേടിയതൊക്കെ നമ്മൾ മറന്നിട്ടില്ല. ഈ രീതിയിൽ ആണും വിവാഹം ചെയ്യാം, പെണ്ണും വിവാഹം ചെയ്യാം, എന്തേപ്പം അതിനൊക്കെ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ സൂറത്തുൽ അഅറാഫിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء بل أنتم قوم مسرفون. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, അവർ സ്ത്രീകളുണ്ട്, വിവാഹം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് അതിനോട് താല്പര്യമില്ല. അവർക്ക് താല്പര്യം പുരുഷന്മാരോടാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء. നിങ്ങൾ സ്ത്രീകളെ കൂടാതെ, സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ പുരുഷന്മാരുടെ അടുക്കിലേക്ക് പോകുന്നു. ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. നിങ്ങൾ അതിര് വിട്ട ആൾക്കാരാണ് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യും. ഇതേ ആളുകളെ പറ്റി തന്നെ സൂറത്തുൻ നംലിൽ ഇതേ കാര്യം തന്നെ, ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء. നിങ്ങളുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ സ്ത്രീകളെ ഒഴിവാക്കി പുരുഷന്മാരുടെ അടുക്കിലേക്കാണ് പോകുന്നത്. ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ. വിഡ്ഢിത്തം പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോ പുരുഷന്മാർക്ക് പുരുഷന്മാരെയല്ല, സ്ത്രീകൾക്ക് സ്ത്രീകളെയല്ല വിവാഹം കഴിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുരുഷന്മാർ അവരുടെ താല്പര്യം പുരുഷന്മാരിൽ തന്നെ തീർക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ആ സമൂഹത്തെ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ ചാവുകടലായിക്കൊണ്ട്, ഡെഡ് സീ ആയിക്കൊണ്ട് അവിടെ കാണും. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചു. ഇതേ രൂപത്തിൽ അവരവരുടെ ലൈംഗിക തൃഷ്ണ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പൂർത്തിയാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ശിക്ഷകൾ വരുത്തും. അപ്പോൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഈ രൂപത്തിലുള്ള ചിന്ത അത് നമ്മുടെ മക്കള് പഠിക്കാൻ പറഞ്ഞേക്കും. നമ്മളെ മക്കള് നമ്മളെ മദ്രസകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ചിലപ്പോൾ 10ാം ക്ലാസ്സിലെയൊക്കെ പൊതുപരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്കൊക്കെ വാങ്ങിയ കുട്ടികളാണ്. പിന്നീട് അവരുടെ ചുറ്റിനുമുള്ള ആളുകൾ അവർക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ പഠിച്ചതൊന്നുമല്ല, ഇതൊന്നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം അവനവർ തീരുമാനിക്കുന്നതാണ്. അത് ഖുർആൻ നിശ്ചയിക്കുന്നതല്ല, ഇസ്ലാം നിശ്ചയിക്കുന്നതല്ല. നമ്മളാണ് നമ്മുടെ ജീവിതം ജീവിക്കേണ്ടത്, അത് മറ്റുള്ളവരല്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ രീതിയിലുള്ള ചിന്തകൾ കുട്ടികളിലേക്ക് കടന്നു വരും. ക്യാമ്പസുകളിൽ നിന്ന് LGBTQ പോലെയുള്ള ഒരുപാട് വൈകൃതങ്ങൾ നിറഞ്ഞിട്ടുള്ള ചിന്തകൾ, ആശയങ്ങൾ നമ്മുടെ മക്കളിലേക്ക് കടന്നു വരും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്
അത് പഠിക്കുകയും അത് ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ ഈ നമ്മളോട് പറയുന്നു. സൂറത്തുൻ നഹ്ലിലെ 72-ാമത്തെ ആയത്തില് വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. الله سبحانه وتعالى പറയാ والله جعل لكم من أنفسكم أزواجا. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അഥവാ മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ ആണിനും പെണ്ണും പെണ്ണിന് ആണുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരാണ് ആണിനെയല്ല, ഒരു പെണ്ണ് പെണ്ണിനെയല്ല ഉണ്ടാക്കേണ്ടത്. മിൻ അൻഫുസികും എന്നല്ലേ, നിങ്ങളിൽ നിന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായം പറയാനാണെങ്കിൽ തുടർന്ന് പറയുന്നു വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന, നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും 2 ആണുങ്ങളൊപ്പം കിടന്നാൽ, ഏതെങ്കിലും 2 പെണ്ണുങ്ങളൊപ്പം കിടന്നാൽ ബനീന് മക്കൾ ഉണ്ടാവൂല. അപ്പോ മിൻ അൻഫുസിക്കും അസ്വാജ എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. അതാണ് നിങ്ങൾക്കുള്ള ഇണകൾ എന്നത് തന്നെയാണ് അർത്ഥം, എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഹഫദതൻ, നിങ്ങൾക്ക് പേരക്കുട്ടികളെ ഉണ്ടാക്കി. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വംശപരമ്പര നിലനിർത്തുവാൻ ഉള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുള്ളത്. വറസഖകും മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾക്ക് ഏറ്റവും നല്ലതിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ഖ് നൽകി. നമ്മുടെ ആഹാരമാവട്ടെ, നമ്മുടെ വസ്ത്രമാവട്ടെ, നമ്മുടെ പാർപ്പിടമാവട്ടെ, ഏതൊക്കെയുണ്ടോ ഭൗതികമായ നമ്മുടെ സൗകര്യങ്ങൾ, ഇതൊക്കെ ഏറ്റവും നല്ലതിൽ നിന്ന് നൽകി. എന്നിട്ട് നമ്മോട് ചോദിക്കുന്നത് അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, വ്യർത്ഥമായതിൽ, ഒരു അന്തമില്ലാത്ത കാര്യത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഇങ്ങനെ ഒരാണിനും ഒരു പെണ്ണ്, ഒരു പെണ്ണിനും ഒരു ആണ് എന്നുള്ള നിലക്കുള്ള ദാമ്പത്യ ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് മക്കൾ ഉണ്ടായത്, അതിൽ നിന്നാണ് നിങ്ങൾ പേരമക്കൾ ഉണ്ടായത്. ഈ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടും അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, നിങ്ങൾ ഒരർത്ഥമില്ലാത്ത, ഒരു അന്തവുമില്ലാത്ത വ്യർത്ഥമായ കാര്യത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു പെണ്ണും പെണ്ണും കെട്ടിയാൽ മതി എന്നാണോ? ഒരാണും ആണും കെട്ടിയാൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നത്? വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തിനെ, അനുഗ്രഹത്തെ അവർ തള്ളിക്കളയുകയാണ്, നിഷേധിക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ അനുഗ്രഹം, അല്ലാഹു നമ്മുടെ മക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളൊക്കെ നിലനിർത്തുവാനുള്ള സംവിധാനം അതിവിടെ ഇങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ ഈ കാണുന്ന പോലെ, നമ്മുടെ ചുറ്റിനുമുള്ള ആളുകൾ പറയുന്ന പോലെ നമ്മൾ സ്വയം തീരുമാനിക്കുക, ഒരാണിന് എനിക്ക് ആണെന്നെ മതി ഇണം, ഒരു പെൺകുട്ടി പഠിച്ച് ഒരു അത്യാവശ്യമൊക്കെ വിവരമൊക്കെ വെച്ച് ഒരു ജോലിയൊക്കെ നേടാനുള്ള പ്രാപ്തിയാകുമ്പോൾ അവൾക്ക് തോന്നുക തൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള, താൻ അതല്ലെങ്കിൽ മറ്റു മേഖലകളിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ഇതേ ആശയമുള്ള ഒരു പെൺകുട്ടി, അവൾ മതി എനിക്ക്. എന്തിയപ്പോൾ അങ്ങനെ വിവാഹം ചെയ്താൽ, ഞങ്ങൾ അങ്ങനെ ഒന്നാണ് കഴിഞ്ഞു പോയാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇനി ഇതല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഇതല്ലാത്ത ആൾക്കാർ ആണും പെണ്ണ് തന്നെ, പക്ഷെ അവർ വിവാഹമൊന്നുമില്ല, ലിവിങ് ടുഗദർ. അവർക്ക് ഇഷ്ടകാലം അവർ പരസ്പരം തീരുമാനിക്കുക എത്ര കാലം ഇങ്ങനെ ജീവിക്കാം. അത് ആഴ്ചകളാവാം, മാസങ്ങളാവാം, വർഷങ്ങളാകാം.
അവർക്ക് ചെയ്യാനുള്ളതൊക്കെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള താല്പര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരു ബാധ്യതയില്ല. കുട്ടികളുണ്ടാകണമെങ്കിൽ ഒരു ബാധ്യതയില്ല. അവരവിതൊക്കെ പരിപാടി കഴിഞ്ഞാൽ വിളിച്ചു പോകാം. ഈ രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്ന വിവാഹത്തിൻ്റെ പ്രാധാന്യമുള്ളത്. അത് കൃത്യമായി തന്നെ നടത്തുവാനും നമ്മുടെ മക്കളെ പഠിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ മദ്രസയിൽ പറഞ്ഞേക്കാട്ടില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനിട്ടല്ല. പക്ഷേ ഇത് പ്രാവർത്തികമാക്കുന്നതിൽ അവരുടെ സ്വതന്ത്ര ചിന്തകൾ കടന്നു വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ, നമ്മളെ കുടുംബത്തെ കൃത്യമായും നമ്മൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ തടി കാത്തോളി എന്നല്ലല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ശരീരം കാക്കണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിച്ചോളി എന്നാ പറയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ, അത് മോശമായ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം, ആലോചിക്കണം. പലപ്പോഴും ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ മുസ്ലിം നാമധാരികളായ തട്ടമിട്ടിട്ടുള്ള പള്ളിയിൽ പോകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികൾ, അതെന്താ ആ ഓരോരുത്തരും ഇഷ്ടമല്ലേ, അതിനെതിരെ നിയന്ത്രണം, അത് ഓരോരുത്തരും ഒരു ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന് പറയുന്നതിലേക്ക് നമ്മുടെ മക്കളൊക്കെ എത്തുമ്പോൾ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത്. വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം. ഒന്ന്, വിവാഹം നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടത് ഒരു അന്വേഷണത്തിന് ശേഷം. ഒരന്വേഷണം വേണം. എന്തിനപ്പം അന്വേഷിക്കണം? അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, ദീനിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുൻകഹുൽ മർഅത്തു ലി അർബ. 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുന്നത്. ഏതൊക്കെയാണ്? ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക. അറിയാവുന്ന ഹദീസാണ്, മനസ്സിലാക്കിയ ഹദീസാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുന്നത് 4 കാര്യങ്ങൾക്ക്. ആ 4 കാര്യങ്ങളെക്കുറിച്ചും ആളുകൾ അന്വേഷിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഒന്ന്, ലിമാലിഹ, അവരുടെ സ്വത്ത് അവരന്വേഷിക്കും. വലിഹസബിഹ, അവരുടെ പാരമ്പര്യം, അവരുടെ കുടുംബം. വലിജമാലിഹ, അവരുടെ സൗന്ദര്യം. ഇതൊക്കെ അന്വേഷിക്കാൻ കുഴപ്പമില്ല, ഇതിലൊന്നും ബുദ്ധിമുട്ടില്ല. അത് നമ്മളുമായി സത്ത് എങ്ങനെയുണ്ട്, വളരെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണോ, താഴെയാണോ, നമ്മളുമായി യോജിച്ചു പോകുമോ നോക്കാം, കുഴപ്പമില്ല. ഉലഹസബിഹ, കുടുംബ പാരമ്പര്യം, ഇതിനെക്കുറിച്ചും ആലോചിക്കാം, അന്വേഷിക്കാം. അതുപോലെ തന്നെ ഒരു ജമാലിഹ, കുട്ടികൾ തമ്മിൽ ചേരുമോ, കറുപ്പും വെളുപ്പും ആവുമോ, രാവും പകലാവുമോ നോക്കാം, കുഴപ്പമില്ല. പക്ഷെ പിന്നെ പറഞ്ഞു വലിദീനിഹ, അവരുടെ ദീനിന് വേണ്ടി, അവരുടെ സംസ്കാരത്തിന് വേണ്ടി, മതനിഷ്ഠയ്ക്ക് വേണ്ടി, ഇങ്ങനെ 4 കാര്യങ്ങൾ ആണ് വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞു. ഫൾഫർ ബിദാത്തിദ്ദീൻ, നീ തിരഞ്ഞെടുക്കേണ്ടത് അതാ ദീന. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ആലോചന വരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് തറവാട് വെക്കും, കുഴപ്പമില്ല. ചൊറുക്കുണ്ട്, തമ്മിൽ ചേരുട്ടാവും, തമ്മിൽ കുട്ടികളെ ഹൈറ്റും നിറവും ഒക്കെ ചേരുന്നതിനാണ്. പിന്നെ സാമ്പത്തികം ഒക്കെ നമ്മളെ ഏകദേശമൊക്കെ ഒക്കിടത്. കുട്ടിൻ്റെ ദീനം എല്ലാം കൂടി ഒത്തിട്ട് ഇപ്പോൾ ഒരു കല്യാണം നടക്കും. എല്ലാം കൂടി ഒത്തിട്ട് അങ്ങോട്ട് നമ്മൾ കുട്ടി കൊണ്ടുവന്നതിന് വെച്ചാൽ നമുക്കത് ശരിയാക്കാം. പള്ളിയിൽ കൊണ്ടുപോകാം, നമ്മളെ ക്ലാസ്സിന് കൊണ്ടുപോകാം. അവനാലെ പെരിയിലുള്ള മക്കളെ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കണില്ല. പിന്നെ മരുമക്കൾ കഴിയോ?
നിങ്ങൾ ദീനിന് പ്രാമുഖ്യം നൽകുക. ഇതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള നിർദ്ദേശത്തെ മാറ്റി നിർത്തും. എല്ലാം കൂടി ഇങ്ങനെ വെക്കുക. നമുക്ക് വേണ്ടത് മറ്റുള്ളതൊക്കെ ജമാല് വേണം, അതുപോലെ തന്നെ ഹസബിയത്ത് വേണം, അതുപോലെ തന്നെ സ്വത്ത് വേണം, അതൊക്കെ വേണം. ദീനില്ലാതെ ഒരു വിവാഹം അന്വേഷിക്കേണ്ട. പിന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച്, ഒരാണോ പെണ്ണോ ആട്ടെ, അവരെ കുറിച്ച് ഏറ്റവും വ്യക്തമായ അറിവ് ആർക്കാണ് കിട്ടുന്നത്, അവരോട് അന്വേഷിക്കുക. നാട്ടിൽ മുഴുവൻ ഇങ്ങനെ പോസ്റ്റ് വിട്ടുകാണ്ട് ഉള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും വിടുക. എന്നിട്ട് ഇതിനെ പറ്റി ഒന്ന് അന്വേഷിച്ച് പറഞ്ഞില്ല എല്ലാവരും. ഇതല്ല, ആരാണോ ഒരാള് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച സ്കൂൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പഠിച്ച വേറെ കുട്ടികളുണ്ടാവും, അതല്ലെങ്കിൽ അവിടുത്തെ സ്ഥാപനത്തിൽ അധ്യാപകരുണ്ടാവും, യൂണിവേഴ്സിറ്റിയിലുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ, ഇതൊക്കെ അവിടെ അന്വേഷിക്കാം. അതുപോലെ തന്നെ താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതിന് ചുറ്റുവട്ടത്തെ അയൽവാസികൾ ഉണ്ടാവുമല്ലോ, പള്ളി ഉണ്ടാവുമല്ലോ, മഹല്ലത്ത് ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ അന്വേഷിക്കുക. കൂടുതൽ അറിയുന്ന, വ്യക്തമായി അറിയുന്ന ആളുകളോട് അന്വേഷിക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു ഫോട്ടോ വിടുക, കെട്ടിങ്ങനെ എല്ലാവരും അന്വേഷിച്ച് വരുന്നില്ലേ, ഇതെല്ലാം ഏർപ്പാട്. അത് അതിൻ്റേതായ ആളുകൾ, ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പഠിച്ചിക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കിയാൽ അങ്ങനെ ഒരാളെ പഠിച്ചതായിട്ട് അറിയില്ല. അതൊരു പക്ഷേ അടുത്ത് നമ്മളെ പ്രധാനമന്ത്രിയൊക്കെ ആകാനുള്ള സാധ്യതയുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് ആൾക്കാരെ പറ്റി മനസ്സിലാക്കാം. ഒപ്പം പഠിച്ച ആൾക്കാരുണ്ടാവില്ല, ആ പഠിപ്പിച്ച ആൾക്കാരുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് വ്യക്തമായി ആർക്കാണ് അറിയുന്നത് അത് ആളുകളോട് ചോദിക്കുക, അല്ലാതെ എല്ലാവരോടും നിരത്തി പറയല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അറിയാവുന്ന കാര്യങ്ങളെ അതിന് മറുപടി പറയാം. അറിയില്ലെങ്കിൽ പറയാം അറിയില്ല എന്ന് പറയും. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പല ഫ്ലക്സുകളും ചെക്കന്മാരും ഒക്കെ കല്യാണം മുടക്കികൾ തന്നെ അറിയാത്ത കുറേ സംഗതികൾ നമ്മളിങ്ങനെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിടരുത്. അത് ഓൻ്റെ ഒപ്പം മറ്റവരൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ എപ്പോഴെങ്കിലൊക്കെ പോയി ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ ഇവർ ചെയ്യുന്ന എല്ലാ തമ്മാടിത്തത്തിലും ഈ പയ്യനുണ്ടോ എന്ന് ഉറപ്പിക്കണ്ടേ. വെറുതെ നമ്മൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയാം. പള്ളിയിൽ ഒന്നാമത്തെ സ്വപ്പിലുണ്ടാവും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ വ്യക്തമായി അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇസ്മുൻ ഇതൊക്കെ ഓതുന്നുണ്ട്, പക്ഷെ ഈ വിഷയത്തിൽ അതൊന്നുമില്ല. അങ്ങോട്ട് കാഴ്ചയില്ല. ഒന്ന് നല്ല നോക്കി കളിയിട്ടാൽ മതി, നല്ലോണം അന്വേഷിച്ചാൽ. ഒരു വർത്തമാനം പറയാൻ മതി, നല്ലോണം അന്വേഷിച്ചാലിട്ടാ ഒരു വർത്തമാനം. ഇതെല്ലാം കൃത്യമായി അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ എനിക്ക് ഇതിന് കൃത്യമായിട്ട് അറിയില്ല, വേറെ ആളുകളോടെ ചോദിച്ചോളൂ. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ റെഫറൻസ് കൊടുക്കാം എന്നതൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നടക്കണില്ല. കാരണം കുട്ടികൾ ഓർക്ക് ഇഷ്ടപ്പെട്ട ഇണകളെ കണ്ടെത്തി, അതുകൊണ്ട് പിന്നെ അന്വേഷിക്കേണ്ട പ്രശ്നമില്ലല്ലോ. അങ്ങനെയല്ല ഇപ്പം നടക്കുന്നത്. ഞാൻ ഒരാളെ പരിചയപ്പെട്ടിരിക്കുന്നു. അത് വെറും വഴിയിൽ നിന്ന് പരിചയപ്പെട്ടതാവും, ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്ത്, ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവും. നിങ്ങൾ +2+1 മുതൽ തന്നെ ഉണ്ട്. ബാപ്പി അറിഞ്ഞിട്ടില്ല. ഓലങ്ങോട്ട് തീരുമാനിച്ചു, വാശങ്ങൾ പിടിക്കല്, ഇനി കെട്ടിച്ചു കൊടുക്കല്ല, വേറെന്താ മാർഗം. ഇതാണ് പലപ്പോഴും പല കുടുംബങ്ങളിൽ നടക്കുന്നത്. ഒരാണ് അവർക്ക് പറ്റിയ പെണ്ണിനെ കണ്ടെത്തുക, ഒരു പെണ്ണ് ആ പെണ്ണിനെ പറ്റിയ ഒരു ചക്കര കണ്ടെത്തുക. ഇതല്ല രീതിയിലുള്ളത്. കാരണവന്മാരുണ്ട്, വീട്ടിലെ മാതാപിതാക്കളുണ്ട്, ഇവർക്കൊക്കെ റോളുണ്ട് കല്യാണത്തിന്. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പറ്റുമോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കല്യാണം കഴിക്കേണ്ടത്. ഇതിങ്ങോട്ട് പറഞ്ഞിട്ട് അതല്ലേ ഞങ്ങൾ പോകട്ടോ, ഒരു വർത്താനം വാപ്പാനെയും ഉമ്മാനെയും കുടുംബക്കാരെയും ഒക്കെ പേടിപ്പിച്ച് നിർത്തണ ഞങ്ങൾ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വെച്ചു. ഇവിടെ ഇതാണ് ദീനിൽ പറഞ്ഞത്, ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. അന്വേഷിച്ച് ഈ പറഞ്ഞ സംഗതികളൊക്കെ അന്വേഷിക്കാം. പിന്നെ സ്വത്ത് നോക്കാനേ പാടില്ല, കുടുംബം നോക്കാനേ പാടില്ല എന്നൊന്നും റസൂൽ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പരസ്പരം ഒക്കുമെന്നൊക്കെ നോക്കാം. പക്ഷെ ദീനുണ്ടെങ്കിൽ ഇതൊക്കെ നാം നോക്കണ്ടുള്ളൂ. ദീനില്ലേ പറഞ്ഞ സംഗതികൾ 3 കാര്യങ്ങൾ വെറുതെ, ആ ജമാലൊന്നും കാര്യമില്ല.
അപ്പോൾ ഈ രീതിയിൽ അന്വേഷിച്ചു കൊണ്ടായിരിക്കണം വിവാഹം നടക്കേണ്ടത്. അത് നടക്കണില്ല. അത് കൈ പിടിച്ചു വരുന്ന ആൾക്കാരുണ്ട്. കൈ പിടിച്ചാൽ അങ്ങനെ പറഞ്ഞു തന്നിട്ടതാ കെട്ടിച്ചേരണം കേട്ടോ, ഓക്ക് കല്യാണം വരുന്നുണ്ട്, പെട്ടെന്ന് പോകണം, നിങ്ങൾ പോയിട്ട് സംസാരിക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ദീനിൽ പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ വിവാഹങ്ങളെ, കല്യാണങ്ങളെ മാറ്റുവാൻ നമുക്ക് കഴിയേണ്ടത്. ഇനി വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം നിഷ്കർഷിക്കുന്ന മറ്റൊരു കാര്യം ഇണയെ കാണുക, പരസ്പരം കാണുക. ജാബിർ റളിയല്ലാഹുവിനോട് തോന്നുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു, കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാണുന്നതിന് ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പരസ്പരം കാണുക എന്നത് ഇസ്ലാം പറയുന്ന കാര്യം. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു കുത്തമ്മീനാറോ ഇതൊക്കെ കൊണ്ടുനടക്കും. കുറേ സ്വീറ്റ് സെറ്റ്, കുറേ മിഠായി, കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു പരിവാരം, ഒരുപാട് ഒരു ഷോപ്പ് മുഴുവൻ കൊണ്ട് കൊടുക്കുന്ന പരിപാടി. ഇതൊക്കെ ഇത്ര കാലമായി നമ്മുടെ രീതിയിലേക്ക് കടന്നു പോകുന്നത്, നമ്മുടെ വിവാഹത്തിലേക്ക് കടന്നു പോകുന്നത്. നമ്മളിലല്ലാതെ ഇത്രയധികം ഖുതുബ കേൾക്കുന്ന, വിവാഹത്തിന് സമയത്തും ഖുതുബ കേൾക്കുന്ന, അല്ലാതെ റമദാനിലും അല്ലാതെയും ഒക്കെ കുടുംബ സദസ്സുകളിലും ഒക്കെ കേൾക്കുന്ന നമ്മളിലാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. ഒരുപാട് ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു. അത് പോരാത്തതിന് പിന്നെ ചില ആളുകൾ ആഭരണങ്ങൾ ഇട്ടുകൊടുക്കും. ഇങ്ങനൊക്കെ ഒരുപാട് പരിപാടികൾ. ഇതൊന്നും ഇസ്ലാമിലില്ല. കാണുക, നേരത്തെ അന്വേഷിക്കുക, അതിനുശേഷം കാണൽ, പരസ്പരം ഇഷ്ടപ്പെട്ടാൽ പിന്നെ നടക്കേണ്ടത് അവിടെ ഉറപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ കുടുംബക്കാർ, ആ കാരണവന്മാർ പരസ്പരം പറയാം, ഇന്ന ദിവസം നമ്മൾ വിവാഹം നിക്കാഹ് ഉറപ്പിക്കാം. പക്ഷെ ഇതൊക്കെ ഒരു ചടങ്ങായി മാറി. ഇതിനൊക്കെ വലിയ ഒരു കൂട്ടം ആളുകൾ വെച്ച് അതിനൊക്കെ പന്തലും ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കി ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ദീനിൽ വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആ ഒരു വധുവിന് പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ് ആരാണോ അവർ, അതുപോലെ തന്നെ വരൻ കൈ പിടിച്ച് അല്ലാഹുവിനെ സാക്ഷിയാക്കി വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് ഒരു മഹർ നിശ്ചയിച്ച് പറഞ്ഞാൽ 2 സാക്ഷികളുണ്ടായ കഴിഞ്ഞ പരിപാടി. അതിനു മുമ്പ് നടക്കേണ്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടുണ്ട്. അത് അന്വേഷണമാണ്, കാണലാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വിവാഹം ചെയ്തു തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ രൂപത്തിൽ ഉറപ്പിക്കലാകാം. പക്ഷേ ഇതൊക്കെ ഒരുമാതിരി കാട്ടിക്കൂട്ടൽ, ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കൽ, മൊബൈൽ കൊണ്ടു കൊടുക്കൽ, ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് കഴിഞ്ഞ പ്രതീതിയാണ് അവർക്കൊന്നും തോന്നാം. പിന്നെ അവർ രണ്ടുപേരും ഇണകളെപ്പോലെയാണ് നമ്മുടെ നാട്ടിൽ. ഇസ്ലാമിൽ അതില്ല. അവർക്ക് ഷൂട്ടിങ്ങിന് പോകാം, ഏതെങ്കിലും റിസോർട്ട്, അതല്ലെങ്കിൽ ബീച്ച്, പബ്ലിക് ബീച്ച്, ഇതിലൊക്കെ പോയിട്ട് ബ്രൈഡ് ടു ബി, പിന്നെ വേറെന്തൊക്കെയോ ടു ബി ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഷൂട്ടിങ്, പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ, ആളുകൾ കണ്ടാൽ അറക്കുന്ന രൂപത്തിലുള്ള ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും റീൽസ് ഒരിക്കലും സ്റ്റാറ്റസ് ഇടാനുള്ള പരിപാടികളും, ഇതൊക്കെയാണ് വിവാഹത്തിൻ്റെ പേരിൽ നടക്കുന്നത്. എന്നിട്ട് പറയുന്ന എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ, മോതിരം കൊടുത്തതല്ലേ, സ്വർണം കൊടുത്തതല്ലേ, മുട്ടായി കൊടുത്തതല്ലേ. എവിടുന്ന് അങ്ങനെ ലൈസൻസ് കിട്ടി? അവർക്ക് വേണ്ടുന്നതെല്ലാം ഒപ്പിക്കുക, അവരിഷ്ടം പോലെ നടക്കുക. അവർ അന്യ പുരുഷനും അന്യ സ്ത്രീയാണ്. നിക്കാഹ് നടക്കുന്നത് വരെ അവർ അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരുമാണെന്നുള്ളത് അറിയായിട്ടല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിന് അതൊന്നൊരു വിഷയമല്ല.
എന്താ അപ്പോ അതിനെന്താ പ്രശ്നം? 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു കല്യാണമല്ലേ, 2 ആഴ്ച കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ ഒരു നിക്കാഹല്ലേ, എന്താ പ്രശ്നം? ഓരൊപ്പം നടന്നാ എന്താ പ്രശ്നം? ഓരങ്ങനെ കറങ്ങാൻ പോയി വിചാരിച്ചിട്ട് എന്താ പ്രശ്നം? അവരവിടെ ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട്, അവരെ പാർക്ക് പോയിരുന്നു എന്ന് വിചാരിച്ചിട്ട്, അവരെ ബീച്ച് പോയിരുന്നു എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, എന്താ പ്രശ്നം? ഇതാണ് നമ്മുടെ ചിന്ത. ദീനിൽ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. എപ്പോഴാണ് ഇവർ ഒന്നാകുക? അവർ ഒന്നാകുന്ന സമയത്തിനാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അത് നടക്കാത്തിടത്തോളം സമയം, കാലം, നമ്മളെത്രയും ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ ഒരുപാട് കഴിഞ്ഞതല്ലേ, അറിഞ്ഞതല്ലേ. ഇത്തരത്തിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാർ, നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാർ, അവരൊരു ഇഷ്ടം പോലെ നടന്നു പറക്കാൻ വിട്ടിട്ട് അതിനുശേഷം പരസ്പരം പിരിയേണ്ട ആളുകളുണ്ട്. അവസ്ഥ എത്രയോ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒക്കൂല, ഇത് പരസ്പരം ഒക്കൂല എന്നുള്ളത് മനസ്സിലാകും. ലിവിങ് ടുഗദറിന്റെ മറ്റൊരു തലം അത് നമ്മൾ രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കുക. അതുകൊണ്ട് ഹറാമ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല അന്വേഷണമോ ഉറപ്പിക്കലോ എൻഗേജ്മെന്റോ ഒന്നും. അത് നിക്കാഹ് കഴിയാതെ അവർക്ക് പരസ്പരമുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഒരു അവകാശം ഇസ്ലാമില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നിക്കാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഫോട്ടോഷൂട്ട്, ബ്രൈഡ് ടു ബി, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ പോലെ, ആഭരണങ്ങൾ വാങ്ങിക്കാൻ പോലെ, ഇതിനൊക്കെ യാതൊരു നിയന്ത്രണവുമില്ല. അവർ കല്യാണം കഴിച്ചതിന് തുല്യമായ രീതിയിൽ കാണുന്ന മാതാപിതാക്കളും സമൂഹവും. അതിനിപ്പോൾ ആരെങ്കിലും ഒരാൾ, ഒരാണോ ഒരു പെണ്ണോ വിവാഹം ചെയ്യാൻ നിൽക്കുന്ന ഒരാൾ ഒരല്പം നാണുണ്ട്, ലജ്ജയുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊന്ന് മാറിന്നാൽ എത്തബനെ എൻ്റെ പെണ്ണുങ്ങളല്ലത്, എൻ്റെ കിട്ടിയവനാകാനുള്ളത്, ഒന്ന് അടുത്തിരുന്ന് നോക്കാം, നിങ്ങളിതെത്തത് കാണാത്തോല പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അവർക്ക് താല്പര്യമില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് ഇത് റീൽസ് എടുക്കണേ, അവർക്കിത് ഇടട്ടെ. ഈ രീതിയിലേക്ക് ആളുകൾ മാറി, സമൂഹം മാറി. ഇവിടെയാണ് കൃത്യമായ ദീന് നിഷ്ഠ പുലർത്തുന്ന ആളുകൾക്ക് ജീവിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്താ പറയുക, നമ്മൾ ചില പ്രായ ആൾക്കാരെ ഓരോരോ മാഞ്ഞാളം നമ്മളൊക്കെ കെട്ടിയ സമയത്തുണ്ടായിരുന്നത്, നമ്മളൊക്കെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാർ കുട്ടിയാളെ മാഞ്ഞാളല്ലേ, ചെന്ന് മുണ്ടാൻ നാളെ അത് നടന്നോട്ടെ എന്നൊക്കെ പറയും. ആ മാഞ്ഞാളങ്ങൾ ദീനിൻ്റെ പേരിൽ വേണ്ട. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കണം. ഈ മാഞ്ഞാളങ്ങൾ മുഴുവൻ എല്ലാം അംഗീകരിച്ചു കൊടുക്കാനുള്ളതല്ല രക്ഷിതാക്കൾ, ദീനുൽ ഇസ്ലാം. അതിന് കൃത്യമായ ഒരു നിഷ്ഠ, ഓരോന്നിനും ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനനുസരിച്ചായിരിക്കണം നമ്മളെ വീട്ടിലെ കല്യാണങ്ങൾ നടക്കേണ്ടത്. ഇനി വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചില സംഗതികൾ, ഇതുവരെ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു, കാണലിനെ കുറിച്ച് പറഞ്ഞു, ഉറപ്പിക്കലിനെ കുറിച്ച് പറഞ്ഞു. ഇനി വിവാഹം, നിക്കാഹ്, കല്യാണം, മംഗലം എന്നൊക്കെ പറയുന്ന സംഗതി. പണ്ടൊക്കെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണിൻ്റെ കല്യാണമാണെന്നുണ്ടെങ്കിൽ തലേന്നൊരു മൈലാഞ്ചി ഇടലുണ്ടാവും. ചിലപ്പം കുടുംബക്കാരൊക്കെ കൂടി കാണും. അതിൽ പ്രത്യേകമായിട്ട് ഡ്രസ്സോ ഒന്നും ഉണ്ടാവില്ല. ആ സാധാരണ പെരിയിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് കുടുംബക്കാരായ ആൾക്കാരൊക്കെ വന്നൊരു മൈലാഞ്ചിയൊക്കെ ഇട്ട്, അത് ഓർഡറുള്ള ആൾക്കാരൊക്കെ വന്ന് ഒരു ഭക്ഷണം എന്തെങ്കിലും കഴിക്കും. കുറച്ച് ആൾക്കാർ കൂടിയതുകൊണ്ട് ചിലപ്പോൾ ചിക്കൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറച്ചി, എന്തെങ്കിലും മാംസങ്ങളുണ്ടാവും. ആ രീതിയിൽ ഇപ്പം അത് മാറി. ഇന്നത്തെ കല്യാണങ്ങളുടെ ലിസ്റ്റ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ വേറെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഒന്ന് മെഹന്തി, ഞാൻ പറഞ്ഞ മൈലാഞ്ചി, പിന്നെ ഒരു ഹൽദി, മഞ്ഞൾ, പിന്നെ ഗുലാബി, രംഗോലി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു അറബിക് കല്യാണങ്ങൾ പട്ടയാണ്. ഒരാഴ്ചത്തെ പരിപാടി ഉണ്ടെന്നാണ്, ചിലത് വിട്ടുപോയിട്ടുണ്ട്. ഏതായാലും ഇത്രയും കല്യാണങ്ങൾ ആരെ സമൂഹത്തിൽ അത് നടക്കുന്നത്?
ഏറ്റവും ഉത്തമമായ സമുദായമാണ് നിങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകി നമ്മളെടുത്തുള്ള കല്യാണങ്ങളെ പേരാണ്. എന്തിനാണിതൊക്കെ? ഇത്രയും കല്യാണങ്ങളൊക്കെ എന്തിനാ? ഇതിനൊക്കെ ഒരു പുതിയാപ്പിളയും പുതിയണ്ടും മാത്രം തുണി കുപ്പായെടുത്താൽ പോരാ. എന്താ മെഹന്തിക്ക് മഞ്ഞ കളറിൽ വേണം. അത് ആ കുടുംബത്തിലുള്ള എല്ലാവരും. അടുത്തത് ഗുലാബിയാകും, ഗുലാബിൻ്റെ കളറ് വേണം. പിന്നെ അടുത്തത് രംഗോലിയാണ്. രംഗോലി എന്ന് പറഞ്ഞാൽ നമ്മളെ ഹോളിൻ്റെ പോലത്തെ ഒരു സംഗതിയാണ്. എല്ലാവരും പൊടിയെറിയണം. ഒരു വെള്ളക്കുപ്പായിട്ട് വരണം. ആ കുട്ടികൾ എറിയണ പൊടിയും വെള്ളം അടിച്ചിനതും തക്കെ ഇങ്ങനെ ഒത്തുകൊള്ളണം. ഇനിയോ അത് കഴിഞ്ഞിട്ട് അതുവരെയുള്ള മാഞ്ഞാളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അറബി കല്യാണം. അന്നേ വരെ തലയിൽ തട്ടിടാത്ത താത്താര് ഒരു പർദ്ദി ഒരു മൊഫ്തൊക്കെ ചുറ്റിക്കാണ്ട് അതും പരിപാടി. ഇതാണ് പലപ്പോഴും പല കല്യാണങ്ങളിലും നടക്കുന്നത്. ധൂർത്തിൻ്റെ ഒരു നിര. എന്തിനാണിതൊക്കെ? വളരെ ലളിതമായിക്കൊണ്ട് ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒരു വീടിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട സംഗതി. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ ലളിതമായി നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. മറന്നുപോയ ഞങ്ങള് കൊറോണ അല്ലേ? 20 ആള് 50 ആള് എന്നിങ്ങനെ പറഞ്ഞു നടക്കുമോ? നടന്നില്ലേ? ഇവിടെ എന്ത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അന്നിങ്ങനെ കുറെ തമാശ അറിയില്ലേ? ഇന്ത്യ അളിയാക്ക കല്യാണം വിരുന്ന് നിൽക്കണമെന്ന്. കല്യാണത്തിന് കൊണ്ടുപോകണ ചിക്കന് അത്ര ചെറുത് മതി. എത്ര മതിയായിരുന്നു? 20 ആൾക്കാരും 50 ആൾക്കാരും വെച്ചിട്ട് നമ്മൾ കല്യാണം നടത്തിയില്ലേ? എന്ത് നടക്കാനുള്ളത്? ആർക്കവിടെ ബുദ്ധിമുട്ടുണ്ടായി? എന്നിട്ട് അത് കഴിഞ്ഞു. എല്ലാ സുഖങ്ങളും നമുക്ക് തുറന്നു തന്നു. തുടങ്ങിയ പരിപാടികൾ എത്ര പരിപാടികൾ. ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു നിക്കാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീട്ടിൽ എത്രയോ ആർഭാടങ്ങൾ തൂർത്ത് എങ്ങനെയൊക്കെ ആകാമോ അങ്ങനെയൊക്കെ ആവണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ സമൂഹം. അത് വാപ്പ പറയണേ, മെഹന്തി നടക്കൂല ഇവിടെ പിന്നെ എൻ്റെ മഞ്ഞൾ കല്യാണം ഒന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ കഞ്ഞു കലട്ടടിക്കും. അപ്പൊ പിന്നെ ഉമ്മ പറയും, എന്താ ഓലൊരു പൂതിയല്ലേ, ഓരോ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിക്കാണ്ടുള്ള ചെറിയ പരിപാടിയല്ലേ, നമ്മൾ കുട്ടിയല്ലേ, ഓൽക്കിപ്പോ ജീവിതത്തിൽ ഒന്നല്ലോ, നമ്മളെ കാലമായില്ലല്ലോ, ഓൽക്കിപ്പോ അത് ബാക്കിയുള്ളവരുടെ അടിയിലൊക്കെ തല ഉയർത്തി നിൽക്കേണ്ട മക്കള്. ഇത് പറഞ്ഞുകൊണ്ട് ഈ സാധുവിൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്ത പൈസ അവിടുന്ന് കൊടുന്നു കടം വാങ്ങി ഉണ്ടാക്കി. ആരുണ്ടാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകൾ ഫാത്തിമയുടെ വിവാഹം വളരെ ലളിതമായിട്ട് നടത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നിട്ടുള്ള ഒരുപാട് കല്യാണങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ള പണക്കാരുടെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ വിവാഹം പോലും വളരെ ലളിതമായിരുന്നു. സുഖ ചോദിച്ചില്ലേ, എന്താ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭൂഷണം ഒരു അത്തറിന്റെ മണോ കാരൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല കല്യാണം കഴിഞ്ഞു നമുക്ക് വേണം കേട്ടോ, ഒരു ആടിനെ നടത്തിക്കൊണ്ട് ഒരു പരിപാടി വേണം കേട്ടോ എന്ന് പറഞ്ഞ് അല്ലേ. അത് വളരെ ലളിതമായിരുന്നു. ഇത് ഇന്നത്തെ കാലത്ത് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രീതിയിലുള്ള കല്യാണങ്ങളിൽ പറയും, എന്തൊരു പിസ്കത്തരാണ് പഠിച്ചോനെ, എന്തൊരു പിസ്കത്തരാണ്. ഇങ്ങനെയുണ്ടോ? മക്കളോട് ഒരു സ്നേഹമില്ലാത്ത, ഒരു സ്റ്റേറ്റസ് ഇടാൻ സമ്മതിക്കാത്ത, ഒരു റീൽസിനുള്ള കണ്ടന്റ് ഇല്ലാത്ത എന്ത് കല്യാണത്? ഈ രീതിയിൽ നമ്മൾ മാറി. വളരെ ലളിതമായി നടക്കേണ്ട പരിപാടികൾ. പക്ഷേ നമ്മളെ കല്യാണങ്ങൾക്ക് പിന്നെ അന്ന് നിക്കാഹ് ഖുത്ബക്ക് ആരെങ്കിലൊക്കെ വിളിച്ചുകൊണ്ടുണ്ടാവും. അതിപ്പോഴും ഉണ്ട്, നിർത്തി വെച്ചിട്ടില്ല, അൽഹംദുലില്ലാ. അതെങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് കൊണ്ടുവരും. അത് ചിലപ്പം വൈക്ക ഒരു ചെറിയ ചിലപ്പോൾ കോളാമ്പി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഞാൻ കേൾക്കില്ല. അതുകൊണ്ട് രണ്ടും ആ സ്റ്റേജിലുള്ള കുറച്ച് ആൾക്കാർ കേൾക്കുള്ളൂ. ഇനി അതുകൊണ്ട് കഴിഞ്ഞ ഖത്തീബൊക്കെ കണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തുടങ്ങും വേറെ സെറ്റൊക്കെ, ഗാനമേള കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി പരിപാടി പാർട്ടികളാണ്. ദീനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിക്കാഹ് എന്നുള്ള ബോധമില്ല. നമ്മളായിട്ട് നിശ്ചയിക്കുന്ന ഒരു പരിപാടി, ഇതാണ് നിക്കാഹ്, ഇതാണ് വിവാഹം എന്ന് നമുക്ക് തോന്നി.
ഇത് നമുക്ക് തോന്നാതിരുന്നാൽ മറ്റുള്ളവർ തോന്നിക്കും അതങ്ങനെ ആവണം എന്നുള്ളതാണ്. ഈ രീതിയിലേക്ക് മാറി. അന്ന് കുറച്ച് മുമ്പൊക്കെ വേണ്ട സ്റ്റോപ്പ് എന്ന് പറഞ്ഞിരുന്ന വേണ്ട അജാതി മാനാളൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ മെല്ലെ 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 മാളത്തിലേക്ക് കയറ്റി മറ്റുള്ളവർ നിങ്ങളെ വൈക്കനെ വരണ്ടോ, അവിടെ എൻ്റെ പരിപാടി കണ്ടോ, നിങ്ങൾ കുറച്ച് വർത്താനം പറയാൻ നിൽക്കണ്ട, അവിടെ അൽപ്പുണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നിക്കാഹിൻ്റെ സമയത്ത് അവിടെ സ്റ്റേജുമ്പോൾ കയറിയിരുന്നാൽ മതി. അത് കഴിഞ്ഞ നിങ്ങൾ പോയിക്കോളി, അത് കഴിഞ്ഞ ഗാനമേളുണ്ടാവും മറ്റുണ്ടാവും. ഈ രീതിയിലേക്ക് നമ്മുടെ വിവാഹങ്ങൾ മാത്രമാണ് മാറുന്നത് എന്നതാണ്. നമ്മൾ മാത്രമൊന്നുമല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹിന്ദു സഹോദരങ്ങളുടെയും ക്രൈസ്തവ സഹോദരങ്ങളുടെയും വിവാഹങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലൊന്നും കാണാത്തത് നമ്മുടെ വിവാഹങ്ങൾ. നിക്കാഹ് കഴിഞ്ഞാൽ പറയുന്നത് ഓക്കെ പിന്നെ പടക്കം പൊട്ടിക്കണം. അത് ഏതെങ്കിലും ഖത്തീബ് പടക്കം പൊട്ടിക്കണീനെ പറ്റി അതിന് മുന്നേ തന്നെ പറഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ ആ നിക്കാഹ് നടക്കണീനെ ടീ പോയിന്റ് അടിയിൽ പൊട്ടിച്ചു. അജാതി ടീമാണ്. അന്നത്തെ രാത്രി ആ പെരക്കാർക്ക് ഒരു സ്വൈര്യം ഉണ്ടാവില്ല. അങ്ങനെ താർപ്പും വിളിയും പടക്കം പൊട്ടിച്ചലും അങ്ങനത്തെ ഓരോരോ പരിപാടികൾ. പുതിയാപ്പള പേരിൽ ആനനെ കിട്ടുമെങ്കിൽ ആനപ്പുറത്ത്, ഒട്ടകം കിട്ടുമെങ്കിൽ ഒട്ടകം, കുതിരയാണെങ്കിൽ കുതിരകൾ കുറേ ഉണ്ടാവും വേറെ. എന്നാലും ഇപ്പടുത്ത് കണ്ണൂർ നടന്ന സംഭവം എല്ലാവർക്കും അറിയാലോ. ഒട്ടകപ്പുറത്ത് വന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കി, എയർപോർട്ട് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കി. ഗവൺമെൻറ് പ്രതിനിധികൾ ഇടപെടുക. നിങ്ങളിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആരോട്? ഈ മാമുമാരോട് ഖത്തീബുമാരോട് പറയാം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞു കൊടുക്കായില്ല. ആർജവത്തോടു കൂടി പറയുന്നില്ല എന്നുള്ളത് വേറെ വാസ്തവം. ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടികളൊക്കെ നടക്കുമ്പോൾ കിട്ടണ പൊതി കുറച്ച് കനം കൂടുന്നുണ്ടെങ്കിൽ ആ ബൈക്ക് പോകാതെ ഓരോ നടത്തിക്കോട്ടെ എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ടാവും എന്ന നിലപാട് സ്വീകരിക്കുക. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നിൽക്കുന്നതേ ഉള്ളൂ. കൊറോണ കാലത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. വളരെ സുന്ദരമായി നമ്മുടെ വിവാഹങ്ങൾ, നിക്കാഹുകൾ കഴിഞ്ഞു. അവരാരും പിറ്റേ ദിവസം പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും അവരുടെ ദാമ്പത്യ ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതിങ്ങനെ 10,000 ഭക്ഷണം വെച്ച് കൊടുക്കാത്തതുകൊണ്ട് അതിനൊരു ഒരു കോട്ടവും പറ്റിയിട്ടില്ല. അതുപോലെ ബ്രൈഡ് ടു ബീൻ്റെ ഷൂട്ടിങ് കോഴിക്കോട് ബീച്ചിൽ നടക്കാത്തതുകൊണ്ട് അവർക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അവരെ മക്കൾക്കും കുഴപ്പമുണ്ടായിട്ടില്ല. ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആനയും ഒട്ടകവും കുതിരയും അമ്പാരിയും JCBൻ്റെ മേലെയും ഇതൊക്കെ ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന് പേര് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയ നമ്മളുടെ കുടുംബത്തിലാണ്, നമ്മുടെ പേരിലാണ് നടക്കുന്നത് എന്നതാണ് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ആ പരിധികളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വിവാഹം. അതല്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ സൂറത്തുൻ നഹ്ലിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഔഫു ബിഅഹദില്ലാഹി ഇദാ അഅദ്തും വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹാ വഖദ് ജഅൽതുമുല്ലാഹു അലൈക്കും കഫീല ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ. സൂറത്തുൻ നഹ്ലിൽ 91-ാമത്തെ ആയത്ത്, 90-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്ന ഒരുപാട് നന്മകളെ കുറിച്ച് പറയാം. അതിന് ശേഷം വഔഫു ബിഅഹദില്ലാഹി ഇദാ അഅദ്തും, നിങ്ങൾ എന്തെങ്കിലും കരാറ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർത്തിയാക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കരാറാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഒരു വിവാഹം ഉറപ്പിക്കുക, അവിടെയും ഒരു കരാറുണ്ട്. ഇന്ന ദിവസം എൻ്റെ മകൻ തങ്ങളുടെ മകളുമായിട്ടുള്ള വിവാഹം ഇങ്ങനെ നിശ്ചയിക്കുകയാണ്. ആ മുതിർന്ന കുടുംബത്തിലെ കാരണവന്മാരെ ഉറപ്പിക്കുക. ഇത്തരത്തിലുള്ള കരാറുകൾ
വല തൻഖുദുൽ ഐമാന ബഅദ തൗകീദിഹാ, ഒരു കരാറുകൾ ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളത് പൊട്ടിക്കരുത്, തകർക്കരുത് കേട്ടോ. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങളുടെ കഫീലാക്കി. അല്ലാഹുവിനെയാണ് സാക്ഷി നിർത്തിയിട്ടുള്ളത്, അല്ലാഹുവിനെയാണ് കഫീലാക്കി നിർത്തിയിട്ടുള്ളത് നമ്മുടെ വിവാഹത്തിൽ. അത് നിങ്ങൾ പൊട്ടിക്കരുത്. അതുകൊണ്ട് ദീനിൽ നമുക്ക് നിശ്ചയിച്ചു തന്നുള്ള പരിധിയുണ്ട്, അവിടെ നിൽക്കണം നമ്മുടെ നിക്കാഹിൻ്റെ എല്ലാ മേഖലകളും. അവിടെ മുട്ടായി കൊണ്ടേ കൊടുക്കുന്നതും, കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടാൽ മൊബൈൽ കൊടുക്കുന്നതും, അതുപോലെ സ്വർണം കൊടുക്കുന്നതും ഇത്യാദി, പിന്നെ പലജാതി കല്യാണങ്ങൾ, അതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ദൂർത്തുകളൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കഫീലാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ട് അത് പൊട്ടിക്കരുത്. അതങ്ങനെ തന്നെ ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നുണ്ട്. ആ ഒരു ബോധം നമുക്ക് വേണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ എത്ര പറഞ്ഞാലും എത്ര കേൾപ്പിച്ചാലും നമുക്കതൊന്നും ഒരു ബാധകമല്ല. ദീന് ഫൾഫർ ബിദാത്തി ദീൻ, ദീനിന് നിങ്ങൾ പ്രാമുഖ്യം നൽകണം. തെരിപത്തിയതാ, ഈ കയ്യ് മണ്ണ് പുരണ്ടാലും ശരി, കുറച്ച് ബുദ്ധിമുട്ടിയാലും ശരി, എന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു കൊടുത്താലും ശരി, നമ്മുടെ മക്കളത് കേൾക്കണില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ത്രീകളെ ഉദാഹരിച്ചിട്ടുണ്ട്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറൂ ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈൻ മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദഖുലിൻ നാറ മഅദ്ദാഖിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ത്രീകളെ ഉദാഹരിച്ചത്, അത് ഉംറഅത്ത നൂഹ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയാണ്. മറ്റൊന്ന് ഉംറഅത്ത ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ. രണ്ട് പ്രവാചകന്മാരുടെ ഇണകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിക്കുന്നത്. കാനതാ തഹത അബ്ദൈൻ മിൻ ഇബാദിനാ സ്വാലിഹൈൻ, സ്വാലിഹുകളായ സച്ചരിതരായ രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു അവർ രണ്ടുപേരും. ഫഖാനതാഹുമ, അവർ ചതിച്ചു. നമ്മുടെ മകന് കണ്ടെത്തിയ പെണ്ണ് ദീനില്ല, ഓൻ അതന്നെ വേണം എന്ന് വാശി പിടിക്കാം. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെ പള്ളിയിൽ കൊണ്ടുപോകും, MGMൻ്റെ ക്ലാസ്സിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ, അവരെക്കുറിച്ചാണ് ഫഖാനതാഹുമ, അവർ രണ്ടുപേരും വഞ്ചിച്ചു. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈഅ, ഒന്നും അല്ലാഹുവിൽ നിന്ന് ഒന്നും അവർക്ക് ഉപകരിച്ചില്ല. ഒരു ഭർത്താവ് നബിയാണ്, പ്രവാചകനാണ് എന്നതുകൊണ്ട്, അല്ലാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന ആളാണ് എന്നതുകൊണ്ട് അവർക്കൊന്നും ഉപകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫൾഫർ ബിദാത്തി ദീൻ, ദീനിന് പ്രാമുഖ്യം നൽകി. ആ ദീനിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള വിവാഹങ്ങളായിരിക്കണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ വിവാഹങ്ങളെ മാറ്റുവാൻ നമ്മൾ ശ്രദ്ധിക്കുവാൻ കൂടുതൽ കൂടുതൽ കരുത്ത് നമ്മൾ ആർജിക്കേണ്ടത്. ഇത് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഇണകളാക്കുക, നിക്കാഹിന് കൃത്യമായ ഓരോരോ തലങ്ങളിലും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണവും കാണലും നിശ്ചയവും അതുപോലെ തന്നെ വളരെ ലളിതമായ നിക്കാഹുകളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ വിവാഹങ്ങൾ മാറണം. അതല്ലാതെ മക്കൾ ഓരോരുത്തരും അവരവൻ്റെ ഇണകളെ കണ്ടെത്തിക്കൊണ്ട് ഇതാ നിങ്ങൾ നിക്കാഹ് ചെയ്തിട്ടുണ്ടോ, അതല്ല നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യണോ എന്നൊക്കെ പറയുന്ന പേടിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുടുംബം മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ രംഗത്തിൽ സജീവമായി ഇടപെടുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഗൗരവത്തോടു കൂടി കാണുന്ന കുടുംബമായി നമ്മുടെ കുടുംബത്തെ
മാറ്റുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നിട്ടുള്ള പിഴവുകൾ, തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. വിവാഹത്തിൻ്റെ പേരിൽ നടക്കുന്ന ധൂർത്തും അധാർമികതകളുമൊക്കെ ദീനല്ല എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അകക്കണ്ണ് തുറന്നു നൽകുമാറാവട്ടെ. അവർക്ക് എല്ലാവർക്കും ഇത് നാം ഉപേക്ഷിക്കേണ്ടതും, ഈ നാട്ടിൽ വിവാഹമെന്ന കാര്യം സ്വപ്നമായി മാത്രം അവശേഷിക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. അവർക്കൊക്കെ വിവാഹം നടക്കേണ്ടതുണ്ട്, നിക്കാഹ് നടക്കേണ്ടതുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ലളിതമായ രീതിയിൽ നിക്കാഹുകൾ നടത്തുവാൻ, വിവാഹം നടത്തുവാനുള്ള ബോധം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ ശിഫയാക്കി നൽകുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്തിലുള്ള സഹോദരങ്ങളുണ്ടാവും. അവരുടെ ഹലാലായ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാരും മിത്രാദികൾ, മറ്റു വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ പ്രതിഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി, കൂടുതൽ ജാഗ്രതയോടുകൂടി റമദാനിലെ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اجرنا من النار اللهم ادخل الفردوس رب العالمين اللهم ادخل الفردوس رب العالمين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين وصلى الله على محمد